ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്കൂൾ യൂണിഫോമിൻ്റെ ഫ്രോക്ക് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമാണ്. സ്കൂൾ തുറന്നു കഴിഞ്ഞു. നമുക്ക് അത്യാവശ്യം ടൈലറിങ് അറിയാവുന്ന എല്ലാവർക്കും വളരെ ഈസിയായി സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇത്. കട്ടിങ് വളരെ സിമ്പിളാണ്. നമ്മൾ ഈ ടൈലർമാർക്ക് ഇപ്പോൾ വളരെ ബിസി ആയിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ടൈലറിങ് അറിയാമെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായി ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 8 വയസ്സുള്ള കുട്ടിയുടേതാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത്. അതിന് എടുത്തിരിക്കുന്ന മെഷർമെൻ്റ് ആണ് ഷോൾഡർ ഒരു 8 ഇഞ്ച്, ലെങ്ത്ത് 31.5, വേസ്റ്റ് 24. ഇത് ബോക്സ് പ്ലീറ്റ് ആയിട്ടാണ് അടിക്കേണ്ടത്. വളരെ സിമ്പിളായി കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യമായി നമ്മൾക്ക് ഇതിൻ്റെ ബോഡി പാർട്സ് കട്ട് ചെയ്യാം. അതിനായി ഫാബ്രിക് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് 10.5 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. അതേപോലെ തന്നെ ഷോൾഡർ 8 ഇഞ്ച്. 8 ഇഞ്ച് ഷോൾഡർ ആകുമ്പോൾ 8 ഇഞ്ച് പ്ലസ് അതിൻ്റെ കൂടെ രണ്ട് സൈഡിലും 1.25 ഇഞ്ച് വീതം മാർജിൻ ഇട്ടേണ്ടതാണ് സൈഡ് മടക്കി അടിക്കുന്നതിലേക്കായി. അതേപോലെ ലെങ്ത്ത് 10.5 പ്ലസ് 1 ഇഞ്ച് ആഡ് ചെയ്ത് 11.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. രണ്ട് ഭാഗത്തും 11.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുത്ത് എടുക്കുക. ഇല്ലെങ്കിൽ അത് ക്രോസ് ആവാൻ സാധ്യതയുണ്ട്. ഇത് ലെങ്ത്ത് 11.5 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഷോൾഡർ 8.5 ഇഞ്ച് പ്ലസ് രണ്ട് സൈഡിലും 1.25 2.5 ഇഞ്ച് മാർജിൻ ആഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ ഒരു മാർക്ക് ചെയ്ത ശേഷം അവിടെ നിന്ന് ഫ്രണ്ട് നെക്ക് വിടുത്ത് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. രണ്ട് ഭാഗത്തും 1.25 വീതം 3.5 ഇഞ്ച് അടയാളപ്പെടുത്താം. അതിനുശേഷം നെക്ക് ഡീപ്പ് ഒരു 4.5 ഇഞ്ച് വെക്കാവുന്നതാണ്. 4.5 ഇഞ്ച് ഇനഫായിരിക്കും കുട്ടികൾക്ക്. സ്ക്വയർ നെക്കാണ്. 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത ശേഷം അതിന് സ്ക്വയർ നെക്കിൻ്റെ ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ മാർക്കിംഗ് ചെയ്ത മാർക്കിങ്ങിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന, അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിനെ കട്ട് ചെയ്ത് മാറ്റുക. ഇതാണ് ഇതിൻ്റെ ബോഡി പാർട്സ്. വളരെ സിമ്പിളാണ്. ഇതിൽ ഈ ബോഡി പാർട്സ് കട്ട് ചെയ്യുന്നത് മാത്രമേ ഒരു പ്രയാസമായിട്ടുള്ളൂ. ബാക്കി താഴെയുള്ള സ്കർട്ടൊക്കെ സ്ട്രൈറ്റായി കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. സ്കൂൾ യൂണിഫോം എന്നാൽ വളരെ വളരെ ഈസിയായി കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് സ്കൂൾ യൂണിഫോം. അതിനായി നമ്മൾ ഈ ടൈലർമാർക്ക് ബിസി ആയിരിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് പോയി കട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ടൈലറിങ് അറിയാവുന്ന ആളുകൾക്ക് സ്വന്തമായി വീട്ടിൽ തന്നെ വളരെ ഈസിയായി തയ്ച്ചെടുക്കാവുന്നതാണ് സ്കൂൾ യൂണിഫോം. ഈ രീതിയിൽ രണ്ട് പാർട്സ് കട്ട് ചെയ്തെടുക്കുക. ഒന്ന് ഫ്രണ്ടും ഒന്ന് ബാക്കും. ഫ്രണ്ട് നെക്ക് എത്രയാണ് വെച്ചിരിക്കുന്നത് അതിൽ നിന്നും 1 ഇഞ്ച് കുറച്ച് ബാക്ക് നെക്ക് ഡെപ്ത് വെക്കാവുന്നതാണ്. ശേഷം ഇതിൻ്റെ സെൻട്രലായി ഫോൾഡ് ചെയ്ത് നെക്ക് വിടുത്ത് അടയാളപ്പെടുത്തി മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് തയ്ക്കാൻ വളരെ ഈസി ആയിരിക്കുന്നതാണ്. നെക്ക് ഡീപ്പ് 4.5 ഇഞ്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ 1.25 ഇഞ്ച് 1.25 ഇഞ്ച് 1.25 ഇഞ്ച് വീതം 3.5 ഇഞ്ച് നെക്ക് വിടുത്തും വെച്ചിട്ടുണ്ട്. അവിടെ രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുത്താൽ അടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അടിയിൽ ഒരു പാച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ തയ്ച്ചു വരുമ്പോൾ 10.5 ഇഞ്ച് ഉണ്ടാവുന്നതാണ്. ഒന്നേ കാൽ ഇഞ്ച് സൈഡിൽ മടക്കി അടിച്ചാൽ 2 ഇഞ്ച് ഷോൾഡർ കിട്ടുന്നതായിരിക്കും. റെഡി ഷോൾഡർ. അടുത്തായി ഇതിൻ്റെ ബെൽറ്റ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ 2 ഇഞ്ച് അകലത്തിലാണ് ബെൽറ്റ് കട്ട് ചെയ്യുന്നത്. വേസ്റ്റ് 24 ഇഞ്ചാണ്. അപ്പോൾ 24 പ്ലസ് 1 ഇഞ്ച് ആഡ് ചെയ്ത് 25 ഇഞ്ച് അല്ലെങ്കിൽ 26 ഇഞ്ച് കുറച്ച് ലെങ്ത്ത് കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബാലൻസ് റിമൂവ് ചെയ്താൽ മതിയാവുന്നതാണ്. കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയാവുന്നതാണ്. അപ്പോൾ 26 ഇഞ്ച് വരുന്ന രീതിയിലൊരു ബെൽറ്റ് കട്ട് ചെയ്തെടുക്കാം. 2 ഇഞ്ച് ആണ് നമുക്ക് റെഡി ബെൽറ്റ് വേണ്ടത്. അപ്പോൾ 2 ഇഞ്ച് പ്ലസ് രണ്ട് സൈഡിലും 1/2 ഇഞ്ച് മാർജിൻ 1 ഇഞ്ച് ആഡ് ചെയ്ത് 3 ഇഞ്ച് അകലത്തിൽ 2 പീസ് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 26 ഇഞ്ച് ലെങ്ത്ത് വെച്ചിട്ടുണ്ട്. 26ൻ്റെ പകുതി 13.5 ഫോൾഡിങ്ങിലാണ് എടുക്കുന്നത്. 13 ഇഞ്ച് ലെങ്ത്ത് വെച്ചിട്ടുണ്ട് ഫോൾഡിങ്ങിൽ. അതിനുശേഷം 6 ഇഞ്ച് അകലത്തിൽ ഒരു മാർക്ക് ചെയ്ത ശേഷം സെൻട്രൽ കൂടെ കട്ട് ചെയ്തെടുക്കാം 3 ഇഞ്ചിൻ്റേത്.
6 ഇഞ്ച് അകലത്തിലൊരു പട്ടിയാണ് വെട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്ററിലൂടെ 3 ഇഞ്ച് അകലത്തിൽ മാർക്ക് ചെയ്ത് 2 പീസായി സ്പ്ലിറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ സെൻറ്ററിലൂടെ കട്ട് ചെയ്തെടുക്കുക. ടു പീസ് ബെൽറ്റാണ്, സിംഗിൾ ആയിട്ടാകുമ്പോൾ രണ്ട് ഭാഗത്ത് ജോയിൻറ്റ് വരുന്നതുകൊണ്ടാണ് 2 പീസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. താഴെ നമുക്ക് ബോഡി പാർട്സും മേലെയുള്ള പാർട്സുമായി ജോയിൻ ചെയ്യുക, ഇടയിൽ ബെൽറ്റ് വരുന്നതാണ്. അതുകൊണ്ട് 2 പീസായിട്ടാണ് ബെൽറ്റ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ബെൽറ്റ് റെഡിയായി കഴിഞ്ഞു, ബോഡി പാർട്സ് റെഡിയായി കഴിഞ്ഞു. അടുത്തായി താഴെയുള്ള ബോട്ടം പാർട്സാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ഫുൾ ലെങ്ത്ത് 31.5 ഇഞ്ചാണ്. 31.5 ഇഞ്ചിൽ 10.5 ഇഞ്ച് ബോഡി പാർട്സ് വന്നു, 2 ഇഞ്ച് ബെൽറ്റും വന്നു, 12.5 ഇഞ്ച് കഴിഞ്ഞു പോയി. അപ്പോൾ 31.7 12 ഇഞ്ച് പോയാൽ ബാലൻസ് 19 ഇഞ്ചിൻ്റെയാണ് നമുക്ക് ബോഡി പാർട്സ് വേണ്ടത്. 19 ഇഞ്ച് ലെങ്ത്തിൻ്റെ ബോഡി ആണ് നമുക്ക് ബോഡി പാർട്സ് കട്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ബോഡി പാർട്സ് ബോക്സ് പ്ലീറ്റ് ആണ് ബോഡി പാർട്സ് വരുന്നത്. അപ്പോൾ അത് എത്രയാണ് വേസ്റ്റിൻ്റെ 3 ഇരട്ടി തുണി എടുക്കേണ്ടതാണ്. നമ്മുടെ വേസ്റ്റ് ഇവിടെ 24 ഇഞ്ചാണ്. അപ്പോൾ 24 ഇഞ്ചിൻ്റെ 3 ഇരട്ടി 72 ഇഞ്ച് അകലത്തിലാണ് നമുക്ക് തുണിക്ക് വീതി വേണ്ടത് ബോക്സ് പ്ലീറ്റ് ഇടാൻ ആവശ്യമായി. അപ്പോൾ ഞാനിത് 72 ഇഞ്ചിൻ്റെ 2 പാർട്സായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 36 ഇഞ്ചിൻ്റെ 2 പാർട്സാണ് കട്ട് ചെയ്യുന്നത്. അത് 2 പാർട്സ് ആയതുകൊണ്ട് തന്നെ ഓരോ പാർട്സിലും ഓരോ ഇഞ്ച് മാർജിൻ മേഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ 36 പ്ലസ് 1 37 ഇഞ്ച് അകലത്തിൽ 19 ഇഞ്ച് ലെങ്ത്തിലുമായി 2 പാർട്സ് കട്ട് ചെയ്തെടുക്കുക. അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, സ്ട്രെയിറ്റായി കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ഇപ്പോൾ തുണി 2 ഫോൾഡായിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം മേലെ നിന്നും 19 ഇഞ്ച് നമുക്ക് അകലം വേണം. 19 പ്ലസ് അര ഇഞ്ച് മേലെ മാർജിൻ വേണം. ബോട്ടം മടക്കി അടിക്കുന്നതിനായി 1.5 ഇഞ്ച് വേണം. അപ്പോൾ 19 പ്ലസ് 2 ഇഞ്ച് 21 ഇഞ്ച് ലെങ്ത്ത് വെച്ച് മാർജിനോട് ചേർത്ത് 21 ഇഞ്ച് ലെങ്ത്ത് വെച്ചിട്ടുണ്ട്. അതേമാതിരി അകലം 36 പ്ലസ് 1 ഇഞ്ച് മാർജിൻ 37 ഇഞ്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 21/37ൻ്റെ 2 പീസ് കട്ട് ചെയ്തെടുക്കുക സ്ട്രെയിറ്റായി. യൂണിഫോം കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നിങ്ങളൊരു ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസിയായി സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ബ്ലൗസ് കട്ടിങ് പോലെയോ അല്ലെങ്കിൽ ടോപ്പ് കട്ടിങ് പോലെയോ വളരെ റിസ്ക്കുള്ള പരിപാടിയൊന്നും ഇതിനകത്ത് ഇല്ല. നിങ്ങൾക്ക് അത്യാവശ്യം ടൈലറിങ് അറിയാവുന്ന ഏതൊരാൾക്കും സിമ്പിളായി വീട്ടിൽ തന്നെ കട്ട് ചെയ്ത് തയ്ച്ചെടുക്കാവുന്നതാണ് സ്കൂൾ യൂണിഫോം. അപ്പോൾ 21/37ൻ്റെ 2 പാർട്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സ്കൂൾ യൂണിഫോം കട്ടിങ്. ബോഡി പാർട്സ്, ബോട്ടം പാർട്സ് പ്ലസ് ബോഡി പാർട്സ്, ബെൽറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്കൂളിൽ കുട്ടികളുള്ള അമ്മമാരോ അല്ലെങ്കിൽ ആരായാലും ശരി, അവർക്ക് വളരെ സിമ്പിളായി ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു കരുതുന്നു. താങ്ക് യു.